നമുക്കറിയാം വാഹനം എന്ന് പറയുമ്പോൾ വഹിച്ചുകൊണ്ട് പോകുന്ന ഉപകരണമാണ് അല്ലെ. വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വഹിച്ചുകൊണ്ട് പോകുന്ന ഉപകരണം. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ സഞ്ചരിക്കാനും സാധനങ്ങൾ കൊണ്ടുപോകാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വാഹനം അല്ലെ. വഹിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് വാഹനം എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ഉപകരണമാണ് വാഹനം. ഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന യാന്ത്രിക വസ്തുക്കളെയും യാന്ത്രികേതര വസ്തുക്കളെയും വാഹനം എന്ന് വിളിക്കാം. ഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന യാന്ത്രിക വസ്തുക്കളെയും യാന്ത്രികേതര വസ്തുക്കളെയും നമുക്ക് എന്ത് പറയാം? വാഹനം എന്ന് പറയാം. ഗതാഗതത്തിനായി ഉപയോഗിച്ചിരുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ഓർത്തു വെക്കാം. ആന, കുതിര, ഒട്ടകം, കാള. ഏതൊക്കെയാണ്? ആന, കുതിര, ഒട്ടകം, കാള. വാഹനങ്ങൾ ഉപയോഗിച്ച് കര, ജലം, വായു എന്നീ മാർഗങ്ങളിലൂടെയാണ് ഗതാഗതം സാധ്യമാകുന്നത്. വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കരയിലൂടെയും ജലത്തിലൂടെയും വായുവിലൂടെയും ഒക്കെ നമുക്ക് ഗതാഗതം സാധ്യമാകുന്നു. റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം എന്നീ വ്യത്യസ്ത തരം ഗതാഗതങ്ങളുണ്ട്. റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം എന്നിങ്ങനെ വ്യത്യസ്ത തരം ഗതാഗതങ്ങളുണ്ട്. ഇനി വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത്. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 1988 പ്രകാരം രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ പൊതുസ്ഥലത്തിലോ നിരത്തുകളിലോ മറ്റു സ്ഥലങ്ങളിലോ ഇറക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. അപ്പോ രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങള് പൊതുസ്ഥലങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ നമുക്കറിയാമല്ലേ, ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യും പെട്ടെന്ന്. അപ്പോൾ ഈ ആക്ട് ഒന്ന് ഓർത്തു വെക്കുക. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 1988 വർഷം എന്ന് ഓർത്തു വെക്കാം. രജിസ്റ്റർ ചെയ്യുന്നതിനായി വാഹനത്തിന്റെ ശരിയായ രേഖകൾ സഹിതം ഉടമ പ്രസ്തുത സർക്കാർ ഓഫീസിൽ ചെല്ലേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളിൽ നിന്നും പ്രസ്തുത വാഹനം തിരിച്ചറിയാൻ കഴിയുന്നതുമായിരിക്കണം. ഓക്കെ, രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന ചിഹ്നം നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ നിർദ്ദേശപ്രകാരം പ്രദർശിപ്പിക്കേണ്ടതും ആണ്. വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓരോ വാഹനത്തിനും ഓരോ രജിസ്ട്രേഷൻ നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ഓരോ വാഹനത്തിനും വ്യത്യസ്ത രജിസ്ട്രേഷൻ നമ്പറുകൾ ഉണ്ടായിരിക്കും. സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ് കോഡ് ഉണ്ടായിരിക്കും. അതില് ജില്ലയെ സൂചിപ്പിക്കുന്ന ജില്ലയുടെ കോഡ് നമ്പർ ഉണ്ടായിരിക്കും. വാഹന നമ്പർ എന്നിവ ഉണ്ടായിരിക്കും. വാഹന നമ്പർ എന്നീ 3 അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടായിരിക്കും. അതില് ഒരു നമ്പർ സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ജില്ല ഏതാണെന്നുള്ളത് സൂചിപ്പിക്കുന്നതിനായിട്ടുള്ള ജില്ലയുടെ കോഡ് നമ്പർ ഉണ്ടായിരിക്കും. അതുപോലെ വാഹന നമ്പറും ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്ര വർഷമാണ്? 15 വർഷമാണ്. അത് കഴിഞ്ഞാൽ റീ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. 15 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റീ രജിസ്ട്രേഷൻ നടത്തണം. 5 വർഷത്തേക്കാണ് റീ രജിസ്ട്രേഷന്റെ കാലാവധി ഉണ്ടാവുക. അപ്പോ നമുക്കറിയാം, രജിസ്ട്രേഷൻ, നമ്മളൊരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് രജിസ്ട്രേഷൻ നടത്തുന്നു. പിന്നെ 15 വർഷം കഴിഞ്ഞാൽ സ്വകാര്യ വാഹനങ്ങളൊക്കെ എന്ത് ചെയ്യണം? റീ രജിസ്ട്രേഷൻ നടത്തണം. അപ്പോൾ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അതിന് രജിസ്റ്റർ ചെയ്താൽ 15 വർഷം അതിന് കാലാവധി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് റീ രജിസ്ട്രേഷൻ നടത്തണം. അതിന് 5 വർഷത്തെ കാലാവധിയാണുള്ളത്. ഈ 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം? 5 വർഷം പൂർത്തിയാവുന്നതിന്റെ മുന്നേ ആയിട്ട്, ഒരു 30 ദിവസത്തിന്റെ മുന്നേ ആയിട്ട് വീണ്ടും എന്ത് ചെയ്യണം? റീ രജിസ്ട്രേഷൻ നടത്തണം. കാലാവധിക്ക് ശേഷം ഒരു ദിവസം വൈകിയാൽ പോലും 2000 രൂപ പിഴയടക്കേണ്ടി വരും. ഓക്കെ, അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിഴ അടയ്ക്കുന്ന എമൗണ്ടിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്യാനുണ്ട്. നോക്കാം. ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് പൊതുസ്ഥലങ്ങളിൽ വാഹനം ഓടിക്കുന്നത് നിയമവശാൽ തടഞ്ഞിരിക്കുന്നു. അല്ലാത്ത പക്ഷം നിയമത്താൽ അനുസൃതമായ ശിക്ഷാ നടപടികൾ ആ വ്യക്തിക്ക് മേൽ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ കഴിയില്ല, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. അപ്പോൾ ലൈസൻസ് ഇല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ശിക്ഷാ നടപടികൾ അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹം അനുഭവിക്കേണ്ടി വരും. ഓക്കെ, മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിനായി അപേക്ഷകന് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 18 വയസ്സ് പൂർത്തിയായെങ്കിൽ മാത്രമേ എന്ത് ലഭിക്കുകയുള്ളൂ? ലൈസൻസ് ലഭിക്കുകയുള്ളൂ.
ചരക്ക് വാഹനങ്ങൾ ഓടിക്കുന്നതിന് അപേക്ഷകന് 20 വയസ്സ് പൂർത്തിയായിരിക്കണം. ഓക്കെ, ചരക്ക് വാഹനങ്ങളാണെങ്കിൽ ആ അപേക്ഷകന് 20 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇനി കേരളത്തിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്ന് ഓൺലൈനായി പിഴ ഈടാക്കുന്ന സംസ്ഥാന പോലീസ് വകുപ്പിന്റെ ഒരു സംവിധാനമുണ്ട്. ഒരിക്കൽ കൂടി പറയാം, കേരളത്തിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്ന് ഓൺലൈനായി പിഴ ഈടാക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ പേര് ഓർത്തു വെക്കുക, ഇ ചലാൻ എന്നാണ് ഒരു സംവിധാനത്തിന്റെ പേര്. നടപ്പാത ഇല്ലാത്തിടത്ത് മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണത്തക്ക വിധം റോഡിന്റെ വലതുവശത്തു കൂടിയാണ് നടക്കേണ്ടത്. റോഡ് മുറിച്ചു കടക്കുന്നതിന് മുമ്പ് ഇരുവശങ്ങളിലേക്കും നോക്കി വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പായ ശേഷം സീബ്ര ക്രോസിംഗിലൂടെ മറുവശത്തേക്ക് നടക്കാവുന്നതാണ്. ഓക്കെ, എന്നാൽ സീബ്ര ക്രോസിംഗ് വഴി ഓടാൻ പാടില്ല എന്നാണ് നിയമം അനുശാസിക്കുന്നത്. ഇനി കുറച്ച് ട്രാഫിക് നിയമങ്ങളെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. റോഡ് ഗതാഗതം സുഗമവും അപകടരഹിതവുമാക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള നിയമങ്ങളാണ് ട്രാഫിക് നിയമങ്ങൾ അഥവാ വാഹന നിയമങ്ങൾ എന്ന് പറയുന്നത്. വാഹന നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റോഡ് ഗതാഗതം സുഗമവും അപകടരഹിതവുമാക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള നിയമങ്ങളാണ് ട്രാഫിക് നിയമങ്ങൾ. കാൽനടക്കാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ഈ നിയമങ്ങൾ പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. വാഹനങ്ങൾ ഓടിക്കുന്നവരും അതുപോലെ തന്നെ കാൽനട യാത്രക്കാരും ഇത്തരം ട്രാഫിക് നിയമങ്ങൾ ആ ട്രാഫിക് നിയമങ്ങളെല്ലാം തന്നെ പാലിക്കുന്നതിനായിട്ട് ബാധ്യസ്ഥരാണ്. ഇനി നമുക്കറിയാം, പ്രകാശത്തിന്റെ കാര്യത്തില് അല്ലെ, അതായത് നമ്മള് ജംഗ്ഷനിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് ഉണ്ടായിരിക്കും. ആ ഒരു പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പല ഭാഗങ്ങളിലേക്കും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ചുവപ്പ് പ്രകാശിക്കുമ്പോൾ വാഹനം നിർത്തണം, നമുക്കറിയാം, സ്റ്റോപ്പ് അല്ലെ, സ്റ്റോപ്പ് ചെയ്യണം. ദെൻ മഞ്ഞ പ്രകാശിക്കുമ്പോൾ വാഹനം നിർത്താൻ തയ്യാറെടുക്കണം, അതായത് കുറച്ച് സ്ലോ ആവണം. പച്ച പ്രകാശിക്കുമ്പോൾ വാഹനങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, പുറപ്പെടാം. ദെൻ ഈ ഒരു പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കേരളത്തിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവരിൽ നിന്ന് ഓൺലൈനായി പിഴ ഈടാക്കുന്ന സംസ്ഥാന പോലീസ് വകുപ്പിന്റെ സംവിധാനമാണ് ഇ ചലാൻ എന്ന് പറയുന്നത്. നടപ്പാത ഇല്ലാത്തിടത്ത് മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണത്തക്ക വിധം റോഡിന്റെ വലതുവശത്ത് കൂടിയാണ് നമ്മൾ നടക്കേണ്ടത്. പോയിന്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ സീബ്ര ക്രോസിംഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു, സീബ്ര ക്രോസിംഗിലൂടെ ശരിക്കും നടക്കുകയാണ് ചെയ്യേണ്ടത്, ഓടാനുള്ള അനുമതി ഇല്ല. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങളൊക്കെയാണ്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് വാഹനം അഥവാ വെഹിക്കിൾസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു.